الله الرحمن الرحيم الأخلاء يومئذ بعضهم لبعض عدو إلا المتقون. قال النبي صلى الله عليه وسلم المرء على دين خليله فلينظر أحدكم من يخالف. رواه البخاري. عن المرء لا تسأل وسل عن قرينه فكل قرين بالمقارن يقتدي. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റ് സഹപാഠി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ശേഷിച്ച ജീവിതം അവന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കുന്ന സാലിഹ്യങ്ങളായ സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ നീണ്ട ഒരു പ്രഭാഷണത്തിന്റെ വേദിയല്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ ചെറിയ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസംഗത്തിന് സംസാരത്തിന് ഞാൻ വിരാമം കുറിച്ചുകൊള്ളാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പഠന ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും നിലകൊള്ളുന്നത്. വർഷങ്ങൾ നീണ്ട വിലമതിക്കാനാവാത്ത, തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും ലഭിക്കാത്ത ഉസ്താദുമാരും ഒത്തുമുള്ള സുവർണ തുല്യമായ നിമിഷങ്ങൾക്ക് തിരശ്ശീലയിടുന്ന വേദന നിറഞ്ഞ നിമിഷം. അക്ഷരങ്ങൾ അറിയാത്തവരായി ഈ പടി കടന്നു വന്ന ഞങ്ങളെ അറിവിന്റെയും വിവേകത്തിന്റെയും ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഉസ്താദുമാരാണ്. ഒരുകിത്തീരുന്ന മെഴുകുതിരി പോലെ സ്വയം എരിഞ്ഞ് ഞങ്ങൾക്ക് പ്രകാശമായത്, വെളിച്ചമായത് ഉസ്താദുമാരാണ്. പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം ജീവിതം എന്തെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഉസ്താദുമാരാണ്. നിങ്ങൾ കൂടെയില്ലാത്ത മുമ്പോട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾ ശകാരിച്ചും തിരുത്തിയും സ്നേഹിച്ചും നൽകിയ പാഠങ്ങളാണ് ഇനി കൂട്ടും. ഇനി ഒരു ക്ലാസ്സിലിരുന്ന് നിങ്ങളെ ശ്രവിക്കുവാൻ സാധിക്കുമോ എന്നറിയില്ല. എങ്കിലും നിങ്ങൾ പകർന്നു തന്ന പാഠങ്ങൾ അത് ജീവിത അവസാനം വരെ മുറുകെ പിടിക്കുമെന്നും വരും തലമുറയ്ക്ക് ഇൻഷാ അല്ലാഹ് അത് എത്തിച്ചു കൊടുക്കുമെന്നും ഈ സദസ്സിൽ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഉദവി ഞങ്ങൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ വേദിയിൽ വരും നാളുകളിൽ വെളിച്ചമാകുന്ന ചില തിരിച്ചറിവുകൾ എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് പകർന്നു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതയാത്രയിൽ താങ്ങാവാനും തണലാവാനും വഴികാട്ടിയാവാനും ഒരു സുഹൃത്ത് നമ്മൾക്ക് അത്യാവശ്യമാണ്. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നമ്മുടെ വിഷമങ്ങൾ, സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഒരു ഒറ്റ സുഹൃത്ത് ഉണ്ടാകണമെന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എന്നാൽ തേനീച്ച എപ്രകാരം തേൻ നുകരുവാൻ വേണ്ടി, തേൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നല്ല നല്ല പുഴുക്കൾ തിരഞ്ഞെടുക്കുന്നുവോ അതുപോലെ ഉള്ള ഒരു ജാഗ്രത നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ നമ്മൾക്കും ഉണ്ടാവണം. പദ്യകാരൻ പാടിയതുപോലെ അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി. നിനക്ക് ഒരാളെ കുറിച്ച്, അവന്റെ സൽസ്വഭാവത്തെ കുറിച്ച്, അവന്റെ ദുസ്വഭാവത്തെ കുറിച്ച്, അവന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് നിനക്ക് അറിയണമെങ്കിൽ ഒരിക്കലും നീ അവനെ അന്വേഷിച്ച് പോകേണ്ടതില്ല. മറിച്ച് അവന്റെ സുഹൃത്ത് ആരാണെന്ന് കണ്ടുപിടിക്കുകയും അവനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുക. കാരണം എന്താണ്? പദ്യകാരൻ തുടർന്ന് പറയുകയാണ്, എല്ലാ മനുഷ്യരും എല്ലാവരും അവന്റെ സുഹൃത്തിനെ അപ്പാടെ പിൻപറ്റുന്നവനാണ്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, അൽ-അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖൂൻ. പരസ്പര സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്നേ ദിവസം ശത്രുക്കളായിരിക്കും, മുത്തഖീങ്ങൾ ഒഴികെ. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കുറിച്ച് പറയും, അല്ലാഹുവേ, ഇന്ന പാപത്തിലേക്ക് എന്നെ നയിച്ചവരാണ്,
ഇന്ന പാപത്തിലേക്ക്, ഇന്ന തെറ്റിലേക്ക്, ഇന്ന വൃത്തികളിലേക്ക് എന്നെ നയിച്ചവനാണ്. ഇവരെങ്ങാനും എന്റെ നല്ല മാർഗത്തിലേക്ക് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ ദീനെ ഉപകരിക്കുന്ന, നിന്റെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഉപകരിക്കുന്ന വലിയൊരു ആലിമായി, പണ്ഡിതനായി എനിക്ക് മാറുവാൻ സാധിക്കും എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ പരാതി പറയുന്നതാണ് എന്നതാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയെത്ര ബുദ്ധിമാന്മാരാണ്, എത്രയെത്ര കഴിവുള്ളവരാണ് തന്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്താത്തതിന്റെ പേരിൽ അവർ വഴിപിടിച്ചു പോയത്. നമുക്കെല്ലാവർക്കും അറിയാം അബീ മുഅയ്യിദിന്റെ സംഭവം. അദ്ദേഹം വളരെ മാന്യനായ വ്യക്തിയായിരുന്നു. ഒരു യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മക്കയിലുള്ള മുഴുവൻ പ്രവാചകരെയും വിളിച്ച് സൽക്കാരം നടത്തുമായിരുന്നു. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഈ സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചു. അവസരം മനസ്സിലാക്കിയ പ്രവാചകൻ ഉഖബത്തിനോട് പറഞ്ഞു, താങ്കൾ ഷഹാദത്ത് പറഞ്ഞാലല്ലാതെ, ഇസ്ലാം സ്വീകരിച്ചാലല്ലാതെ ഈ സൽക്കാരത്തെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. പ്രവാചകന്റെ ഈ നിർബന്ധ ബുദ്ധിയിൽ വഴങ്ങിക്കൊണ്ട് ഉഖബത്തുബ്നു അബീ മുഅയ്യിദ് ഷഹാദത്ത് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ ഉറ്റമിത്രമായ അബൂ ജഹൽ അറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ മുഹമ്മദുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നതുവരെ, എല്ലാ ബന്ധങ്ങളും കണക്ഷനുകളും നീ നിർത്തുന്നതുവരെ നീയും ഞാനുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അബൂ ജഹൽ ഉഖബത്തിനോട് പറയേണ്ട താമസം ഉഖബ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയും പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് പോലും ഒരു മനുഷ്യനെ തടയാൻ കാരണമായത് അവൻ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്തിയില്ല എന്നതിന്റെ പേരിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശത്രു ഫിരൗന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏകനായ ഇലാഹാണ് സത്യം, മൂസ നയിക്കുന്ന മതമാണ് സത്യമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാലും അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ചത് അവന്റെ സുഹൃത്തായ മന്ത്രിയായ ഹാമാനാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മർഉ അലാ ദീനി ഖലീൽ, ഒരുവൻ അവന്റെ സുഹൃത്തിന്റെ മതത്തിലാണ്. അവൻ ഏത് ആദർശത്തെ പിൻപറ്റുന്നുവോ അവന്റെ സുഹൃത്തും അതേ ആദർശത്തെ പിൻപറ്റുന്നതാണ്. ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ നാം എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? ഏത് രീതിയിലുള്ള സുഹൃത്തുക്കളെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്? അലി ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് മരണമാസന്നമായി കിടക്കുന്ന ആ നിമിഷത്തിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വരികയാണ്. കണ്ണിൽ നിന്ന് കണ്ണീരിറ്റിക്കൊണ്ട് വരുന്നു. അലി ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ബുനൈ മാ യുബ്കി, എന്റെ പൊന്നോമന പുത്ര, നിന്നെ എന്താണ് വിഷമിപ്പിച്ചത്? നീ എന്തിനാണ് കരയുന്നത്? അന്നേരം ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളെ ഈ അവസ്ഥയിൽ കണ്ടിട്ടും ഞാൻ എന്തിന്റെ പേരിൽ കരയാതിരിക്കണം? അലി റളിയല്ലാഹു അൻഹു ആ അവസ്ഥയിൽ പോലും, മരണമാസന്നമായ ആ നിമിഷത്തിൽ പോലും തന്റെ മകനോട് ഉപദേശിച്ചത്, യാ ബുനൈ ഇഹ്ഫൽ അർബഅൻ വഅർബഅൻ, നാല് കാര്യങ്ങളെ നീ സൂക്ഷിക്കുക. നാല് കാര്യങ്ങളെ നീ സൂക്ഷിക്കുക. അതിൽ രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്ന 4 കാര്യങ്ങളും നീ ഏത് സുഹൃത്തിനെ തിരഞ്ഞെടുക്കണം എന്ന വിഷയത്തിലാണ്. അദ്ദേഹം ആദ്യമായി പറയുന്നു, ഇയ്യാക വമുസാദഖത്തിൽ അഹ്മദ്, നീ വിഡ്ഢിയുമായി കൂട്ടുകൂടുന്നതിനെ സൂക്ഷിച്ചുകൊള്ളുക. അതിന് കാരണം എന്തെന്ന് അലി റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, ഫഇന്നഹു യുരീദു അൻ യൻഫഅ, അവൻ നിനക്ക് ഉപകാരം ചെയ്യുന്നതിനെ ഉദ്ദേശിക്കും, അവൻ അതിയായി ആഗ്രഹിക്കും, അതിനുവേണ്ടി പരിശ്രമിക്കും. എന്നാൽ ഫയദുറു, അവൻ ചെയ്യുന്നത് നിനക്ക് വളരെ ഉപദ്രവകരമായ കാര്യമായിരിക്കും. രണ്ടാമത് പറയുകയാണ്, ഇയ്യാക വമുസാദഖത്തിൽ കദ്ദാബ്, കള്ളനുമായി കളവ് പറയുന്നവനുമായി നീ കൂട്ടുകൂടുന്നതിനെ സൂക്ഷിച്ചുകൊള്ളുക. ഫഇന്നഹു യുഖല്ലിബു അലൈക്കൽ ബഈദ് വയുബഇദു അലൈക്കൽ ഖരീബ്, അവൻ നിന്നോട് അടുത്തിരിക്കുന്ന ആളുകളെ വിദൂരമാക്കി കളയുന്നതും നിന്നിൽ നിന്നും വിദൂരത്ത് കഴിയുന്ന ആളുകളെ നിന്നിലോട്ട് അടുപ്പിക്കുന്നതുമാണ്. മൂന്നാമതായി അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇയ്യാക വമുസാദഖത്തുൽ ബഖീൽ, വിശുക്കരുമായി നീ കൂട്ടുകൂടുന്നതിനെ സൂക്ഷിച്ചുകൊള്ളുക. ഫഇന്നഹു യബ്ഉദു അൻക അഹ്വജ മാ തകൂനു ഇലൈഹി,
ഈ അവനിലേക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരനാകുന്നത്, ആ സമയം അവൻ ഇതിൽ നിന്നും മുങ്ങിക്കളയുന്നതാണ്. നാലാമതായി അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇയ്യാക വമുസാദഖത്തിൽ ഫാജിർ, അധികമായി പാപം ചെയ്യുന്നവരുമായി നിങ്ങൾ കൂട്ടുകൂടരുത്, അവനെ സൂക്ഷിക്കുക. ഫൈന്നഹു യബീഉക ബിതാഫി, മോശമായ നിസാരമായ വസ്തുക്കൾക്ക് വേണ്ടി നിന്നെ അവൻ വിറ്റുകളയും. ഏതെങ്കിലും ലൗകികമായ ചെറിയ ലാഭത്തിന്റെ പേരിൽ അവനക്ക് എന്തെങ്കിലും ലാഭം ലഭിക്കുമെങ്കിൽ അവളെ നിന്നെ വിറ്റുകളയാൻ പോലും അവൻ തയ്യാറാകുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അലി തൻതാവി അദ്ദേഹം കുറെ കൂട്ടുകാരെ പല കാര്യങ്ങളുമായി ഉപമിക്കുന്നുണ്ട്, കാറ്റുമായി, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും ഉപമിക്കുന്നുണ്ട്. അവസാനമായി അദ്ദേഹം കുറച്ച് കൂട്ടുകാരെ അദ്ദേഹം ഉപയോഗിക്കുന്നത് വീഞ്ഞുമായിട്ടാണ്, വേണമെങ്കിൽ നമുക്ക് കള്ളുമായിട്ടാണെന്ന് പറയാം. അത് കുടിക്കുമ്പോൾ അവനക്ക് വലിയ ആസ്വാദ്യമുണ്ടാകും, വലിയ രസമുണ്ടാകും, എങ്കിലും അവന്റെ അവസാനം വലിയ കഷ്ടത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് കുറഞ്ഞ 6 വർഷം 10 വർഷം നാം ഇൽമു പഠിക്കുവാനായി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നെല്ലിൽ നിന്നും പതിരിനെ വേർതിരിക്കുന്നത് പോലെ, തിരഞ്ഞെടുക്കുന്നത് പോലെ അല്ലാഹു നമ്മളെ മറ്റ് ആളുകളിൽ നിന്നും തിരഞ്ഞെടുത്തു. നമ്മളെക്കാളും യോഗ്യരായ, ബുദ്ധിമാന്മാരായ, കഴിവുള്ളവർ പലരും ഉണ്ടായിരുന്നു. എന്നാലും അല്ലാഹു നമ്മളെ അവന്റെ ഇൽമു പഠിക്കാനായി നമ്മളെ തിരഞ്ഞെടുത്തു. ഇവിടെ വന്ന് ഏതെങ്കിലും കൂട്ടുകെട്ടിൽപ്പെട്ട് അവന്റെ കൂട്ടുകാരനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ ഭാവി തന്നെ നമ്മൾ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയെ തൊട്ട് നാം വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും ആഖിറത്തിലും ഉപയോഗിക്കുന്ന നല്ല നല്ല സുഹൃത്തുക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ്.